കുറച്ച് നേരം മുട്ടുകുത്തി നിന്നിട്ട് ഞാൻ എണീച്ചു. പിന്നെ എൻ്റെ അടുത്ത് ഷർട്ട് കീറി അടിയുടെ ഇടയിൽ ഷർട്ടൊക്കെ കീറി. ആ ഷർട്ടൊക്കെ മാറ്റി വേറെ ഷർട്ട് തന്ന്. പിന്നെ വെള്ളം ചോദിച്ചപ്പോൾ അവർ ആണെങ്കിൽ ഒരു ഫുൾ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതിയും കളഞ്ഞിട്ട് വാണ്ട് എടുത്ത് തുപ്പി ലാസ്റ്റ് ഒരു അടപ്പിൻ്റെ അത്ര തുപ്പിലാണ് എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് എന്തോന്ന് എൻ്റെ അഭിഷേക് എന്നെ അടിച്ചെന്ന പേരിൽ പരാതി എടുക്കാൻ പറഞ്ഞു. ഞാനും അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് മറ്റേ വെള്ളം കുടിച്ചത് തുപ്പിയ തലയൊക്കെ അടിച്ച് പൊട്ടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെ നടന്ന കാര്യമൊന്നും പുറത്ത് പറഞ്ഞ് ഇനി അടിക്കുമെന്നൊക്കെയാണ് അവർ അവിടെ നിന്ന് പറഞ്ഞത്. ഇക്കഴിഞ്ഞ 11-ാം തീയതി അതിക്രൂരമായ റാഗിങ്ങിന് വിധേയമാകേണ്ടി വന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത്. കാര്യവട്ടം ക്യാമ്പസിലെ 1-ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയാണ് 3-ാം വർഷ സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിന് ഇരയാകേണ്ടി വന്നത്. ആദ്യം കോളേജിലെ 1-ാം വർഷ ജൂനിയർ വിദ്യാർത്ഥികളും സീനിയേഴ്സും തമ്മിൽ ചെറിയ വാക്കുതർക്കമുണ്ടാകുന്നു. പിന്നീട് അത് ചെറിയ സംഘർഷമുണ്ടാകുന്നു. അതിനുശേഷമാണ് എനിക്കൊപ്പമുള്ള ഈ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായിട്ടുള്ള റാഗിങ്ങിന് വിധേയമാക്കിയത്. ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് ഞാൻ എൻ്റെ കൂട്ടനോടെ നടന്നപ്പോൾ സീനിയേഴ്സ് നമ്മളെ തടഞ്ഞു നിർത്തിയിട്ട് വാക്കുതർക്കമായി. അങ്ങനെയാണ് അടിയിലെ തുടക്കം. അങ്ങനെ അടി നടന്നുകൊണ്ടിരുന്നപ്പോൾ അവൻ കയറി പ്രിൻസിപ്പലിൻ്റെ അടുത്തോട്ട് ഓടി. അപ്പോൾ എന്നെ മാത്രമായിട്ട് കിട്ടിയപ്പോൾ എന്നെ മാത്രമായിട്ട് അടിക്കുകയായിരുന്നു. മുളയെ കൊണ്ട് തലയിലടിച്ച് പിന്നെ മുഖത്തും നെഞ്ചിലും കുറേ അടിയടിച്ച്. അത് കഴിഞ്ഞിട്ട് എന്നെ അത് അടിയെ കഴിഞ്ഞ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കുറേ നേരം മുട്ടുകുത്തിരിക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം മുട്ടുകുത്തി എന്നിട്ട് ഞാൻ എണീച്ചു. പിന്നെ എൻ്റെ അടുത്ത് ഷർട്ട് അടിയുടെ ഇടയിൽ ഷർട്ടൊക്കെ കീറി. ആ ഷർട്ടൊക്കെ മാറ്റി വേറെ ഷർട്ട് തന്ന്. പിന്നെ വെള്ളം ചോദിച്ചപ്പോൾ അവർ ആണെങ്കിൽ ഒരു ഫുൾ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതിയും കളഞ്ഞിട്ട് വാണ്ട് എടുത്ത് തുപ്പി ലാസ്റ്റ് ഒരു അടപ്പിൻ്റെ അത്ര തുപ്പിലാണ് എനിക്ക് തന്നത്. അത് കഴിഞ്ഞിട്ട് എന്തോന്ന് എൻ്റെ അഭിഷേക് എന്നെ അടിച്ചെന്ന പേരിൽ പരാതി എടുക്കാൻ പറഞ്ഞു. ഞാനും അത് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് മറ്റേ വെള്ളം കുടിച്ചത് തുപ്പിയ തലയൊക്കെ അടിച്ച് പൊട്ടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അവിടെ നടന്ന കാര്യമൊന്നും പുറത്ത് പറഞ്ഞ് ഇനി അടിക്കുമെന്നൊക്കെയാണ് അവർ അവിടെ നിന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ഇയാളും മറ്റൊരു സുഹൃത്തും കൂടി ആ കോളേജിൽ നിൽക്കുന്നു. അപ്പോൾ നിൽക്കുമ്പോൾ സീനിയേഴ്സ് വന്ന് എന്താണ് ഇങ്ങനെ ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോയ സംഭവം എന്താണ്? നമ്മളവിടെ നിന്ന് ഇങ്ങനെ നമ്മളെ ചോര നേരം വേണ്ടി ചർച്ച നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഇപ്പോൾ നമ്മളടുത്ത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണ് അടി തുടങ്ങിയത്. നിങ്ങൾ ക്യാമ്പസിൽ വെറുതെ നിൽക്കുന്നു, അല്ലെങ്കിൽ ചുമ്മാ നിങ്ങൾ നടന്നു പോകുമ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ നിങ്ങളെ ഇങ്ങനെ നിങ്ങൾ ഭാഷയിൽ പറഞ്ഞാൽ ചെറഞ്ഞു നോക്കുന്നു. അപ്പോൾ അങ്ങനെ ചെറഞ്ഞു നോക്കിയപ്പോഴത്തേക്കും എന്താടാ എന്ന് ചോദിച്ചു. അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചോ? സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു. കൂട്ടം കൂടിയായിരുന്നു മർദ്ദനം. ഈ സീനിയർ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് SFI പ്രവർത്തകരാണ് കോളേജിലെ? SFI പ്രവർത്തകരാണ്. ഈ മർദ്ദിച്ച എല്ലാവരും SFI പ്രവർത്തകരാണ്? അതെ. അവരെന്ത് പറഞ്ഞാണ് മർദ്ദിച്ചത്? അവരാണെങ്കിൽ എന്തോന്ന് ഈ കാര്യം തന്നെ നമ്മളിങ്ങനെ പോയപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചാണ് മർദ്ദനം തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം അക്ഷയ് കൂട്ടുകാരൻ അഭിഷേക് ഈ പറയുന്ന പരാതി കൊടുക്കാൻ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ നിന്നെ മാത്രം ഈ പറയുന്ന SFI പ്രവർത്തകരുടെ യൂണിറ്റ് മുറിയിലേക്ക് അവർ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അവിടെ കൊണ്ടുപോയതിന് ശേഷം ഇവർ ആദ്യം ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത്? നിന്നെ മോനെ എന്തൊക്കെയാണ് ചെയ്തത്? എൻ്റെ അടുത്ത് ആദ്യം അവിടെ ഇരിക്കാൻ പറഞ്ഞ്. അപ്പം ഞാൻ ബെഞ്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ മുട്ടുകുത്തിയില്ലെന്ന് പറഞ്ഞിട്ട് മുട്ടുകുത്തി നിർത്തി. ഞാൻ ആദ്യം പറഞ്ഞ് പറ്റൂല, എൻ്റെ ഷർട്ടൊക്കെ അഴിക്കാമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് അത് കുഴപ്പമില്ല, കുറച്ച് അഴിക്കൊക്കെ ആവട്ടെ തന്നെ അവിടെ പിടിച്ച് മുട്ടുകുത്തി നിർത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഷർട്ടൊക്കെ കീറിന്ന് ഷർട്ടൊക്കെ മാറ്റി വേറെ ഷർട്ടൊക്കെ തന്ന് ഇത് ഇട്ടുകൊണ്ടൊക്കെ പോയതെന്നൊക്കെ പറഞ്ഞ് അവിടെ നടന്നാലും പുറത്തറിഞ്ഞ് ഇനി അടിക്കുമെന്നൊക്കെ പറഞ്ഞ് കുറേ ഭീഷണിപ്പെടുത്തി. ഈ സീനിയർ വിദ്യാർത്ഥികൾ മറ്റു പല വിദ്യാർത്ഥികളെയും ഈ പറയുന്ന റാഗ് ചെയ്തിട്ടുണ്ടോ? അതൊക്കെ എല്ലാം അറിയാവോ? അല്ല, അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അതിനെപ്പറ്റി അറിയത്തില്ല. അവരൊക്കെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസ് ആണ്, അതറിയാവോ? അതും അറിയത്തില്ല. സീനിയേഴ്സ് ആണെന്ന് അറിയാം. തേർഡ് ഇയർ സീനിയേഴ്സ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ. അതിന് നേരത്തെ അവരുമായിട്ട് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. അങ്ങനെ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊക്കെ ഉണ്ടോ? ഇല്ല, നേരത്തെ ഞാനായിട്ടൊരു പ്രശ്നമില്ല. ആദ്യമായിട്ടാണ്? അപ്പോൾ ഈ യൂണിറ്റ് മുറി കൊണ്ടുപോയിട്ട് വെള്ളം ചോദിച്ചപ്പോൾ തുപ്പി വെച്ചൊരു വെള്ളം തന്നു, പുറത്തും ചങ്കിലും ഇടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെയാണോ സംഭവിച്ചത്? അതിനുശേഷം എന്താ സംഭവിച്ചത്? അതിനുശേഷം എന്നെ ഇറക്കി വിടുകയായിരുന്നു. അവർ പറഞ്ഞിട്ട് പോയതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ചെന്നപ്പോൾ എന്നെ പിന്നെയും വിളിച്ചത്. പക്ഷേ ഞാൻ അവിടെ തിരിച്ച് പോയില്ല. എന്നിട്ട് എൻ്റെ പേരിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പരാതിക്കും പോയില്ല, തിരിച്ച് വീട്ടിൽ വരികയായിരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം എപ്പോഴാണ് ഇത് ബന്ധപ്പെട്ട പോലീസിനെയും ഈ പറയുന്ന കോളേജ് അധികൃതരെയും അറിയിച്ചിരുന്നോ? അത് ആ രീതിയിലുള്ള പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ടീച്ചർ എൻ്റെ അടുത്ത് സാറുമാരടുത്ത് എൻ്റെ അടുത്ത് അവിടെ വെച്ച് പറഞ്ഞാൽ സാറുമാരെ അവിടെ ഇട്ട് അടിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ആ സാറുമാരടുത്ത് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ ഈ ടീച്ചർ എന്നെ വിളിച്ച് ചോദിച്ച്. അപ്പോൾ ആദ്യം കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ ആശുപത്രി പോയപ്പോൾ അവരാണ് പറഞ്ഞ് ഇങ്ങനെ പരാതിയായിട്ട് കൊടുക്കാം അങ്ങനെ പറഞ്ഞു. ആദ്യം ആരുടെ പരാതി കൊടുത്തേ? ആദ്യം പോലീസിൻ്റെ അടുത്ത് തന്നെ. പോലീസിന് സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തെന്ന് പരാതി കൊടുത്തു. അപ്പോൾ ഈ പോലീസ് അന്ന് റാഗിങ്ങിന് കേസെടുത്തായിരുന്നോ, അതോ കോളേജിൽ അന്ന് അടി ഉണ്ടായെന്ന് പറഞ്ഞാണോ പോലീസ് കേസെടുത്തത്? പോലീസ് അന്ന് കേസെടുത്തില്ലായിരുന്നു, പിന്നെയാണ് കേസെടുത്തത്. അപ്പോൾ ആ കേസെടുത്തത് റാഗിങ്ങിനല്ല, ഈ പറയുന്ന അടി ഉണ്ടായെന്ന് പറഞ്ഞാണ് കേസെടുത്തത് അല്ലേ? അതെ. അപ്പോഴങ്ങനെയാണ് എടുത്തത്. കഴിഞ്ഞ ദിവസമാണ് കോളേജിൽ ഇങ്ങനെ ഈ CCTV ഒക്കെ പരിശോധനയ്ക്ക് ശേഷമാണ് റാഗിങ്ങിന് വിധേയമാകേണ്ടി വന്നു എന്ന് കണ്ടെത്തിയത്. അപ്പം കോളേജ് അധികൃതർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ടീച്ചർമാരോ മറ്റ് അധ്യാപകരോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ ഇതിന് ശേഷം വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, വേറെ ഒന്നും പറഞ്ഞില്ല. അതിനെപ്പറ്റി വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇതാണ് റാഗിങ്ങിന് വിധേയമാകേണ്ടി വന്ന കുട്ടിയുടെ പ്രതികരണം.